സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വെയിറ്റ് കൂടി വരും, മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവും, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ PCODനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാനും അതിൻ്റെതായ ലക്ഷണങ്ങൾ കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. PCOD എന്ന് പറയുമ്പോൾ ഒരു ഹോർമോണൽ ഡിസോർഡർ ആണ്. ലൈക്ക് നമ്മുടെ ഓവറീസിൽ നിന്ന് എവറി മന്ത് ഓരോ എഗ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു PCODൻ്റെ കേസ് സമയത്ത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം ആൻഡ്രജൻ ഹോർമോൺസ് പ്രിഡോമിനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു മെയിൽ ഡോമിനൻറ്റ് ക്യാരക്ടർ വരും. അപ്പം ഓവം കൃത്യമായിട്ട് മെച്ചുർ ആവുകയും ഇമ്മെച്ചുർ ആയിട്ടുള്ള ഒരു ഓവം റിലീസ് ചെയ്യുകയും ആ ഒരു ഓവം പിന്നീട് സിസ്റ്റായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോർമോൺ വേരിയേഷൻസിൻ്റെ കാരണമായിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആണ്. ചിലർക്ക് എല്ലാ മന്തും ആവുന്നതിന് പകരം ചിലപ്പോൾ ഒരു 3 മന്ത് കൂടുമ്പം ഡിലേ വരും. ചിലർക്ക് 1 മന്ത് ആയതിനു ശേഷം പിന്നൊരു 10 to 15 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും റീഅപ്പിയർ ചെയ്യും. അങ്ങനെ ഒരു ഇറഗുലർ ഓഫ് പാറ്റേൺ മെൻസസിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് ഫേസിലും പല സ്കിൻ ഏരിയാസിലൊക്കെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് കാണിക്കാവുന്നതാണ്. ഫേസിലൊക്കെ ആക്നെ കാണിക്കാം, പിമ്പിൾസ്, സിസ്റ്റിക് ആക്നെ കാണിക്കാവുന്നതാണ്. ദെൻ വെയിറ്റ് ഗെയിനിങ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. കോംപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് ഇൻഫെർട്ടിലിറ്റി, അതിനോടൊപ്പം തന്നെ ജോയിൻറ്റ് പെയിൻ, ഹെയർ ഫാൾ ഇഷ്യൂസ്, മൂഡ് സ്വിങ്സ് ഇഷ്യൂസ്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ദെൻ ആങ്കർ വരിക, അങ്ങനെ ഒരു നമ്മളെ മൈൻഡ് സെറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാവുന്നതാണ്. ദെൻ വയറുവേദന, അടിവയറ്റുന്ന വേദന അനുഭവപ്പെടുക, ബ്ലീഡിങ്ങിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക, ബ്ലീഡിങ് അല്ലെങ്കിൽ ഡിസ്മെനോറിയ ഉണ്ടാവുക, ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ സിവിയർ ആയിട്ടുള്ള പെയിൻ അനുഭവപ്പെടുക, ചിലർക്ക് സ്കാൻഡി ആയിട്ടുള്ള ബ്ലഡ്, ഒട്ടും ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ കാണിക്കാം, ചിലർക്ക് ഓവർഫ്ലോ ആയിട്ട് കാണിക്കാവുന്നതാണ്, നടുവേദന കാണാവുന്നതാണ്. ദെൻ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ഒരു ആങ്കർ, സാഡ്നെസ് ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പോലത്തെ പ്രശ്നങ്ങളും കാണിക്കാവുന്നതാണ്. ശരീരം എസ്പെഷ്യലി ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഒരു ഫാറ്റി ഡിപ്പോസിഷൻസ് ഉണ്ടാവുക, കാലുകൾക്ക് വേദന, കടച്ചിൽ, കാഫ് മസിൽ പെയിനൊക്കെ ഇതിൻ്റെ ഒരു കീനോട്ട് സിംറ്റംസ് ആണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഹോർമോൺ വേരിയേഷൻ ആണ്. ആ ഹോർമോൺ വേരിയേഷൻസ് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ഇപ്പം നിങ്ങൾ റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുക, ജങ്ക് ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുക, ഒരു വർക്കൗട്ടും ഇല്ല, അമിതമായിട്ട് മധുരം കഴിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, സ്ട്രെസ് അമിതമായിട്ട് ഉണ്ടാവുക, ഇങ്ങനത്തെ ഒരു ഫാക്ടേഴ്സാണ് ഇതിലേക്ക് കൂടുതലായിട്ടും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. നമ്മൾ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് കറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. അതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഫാക്ടേഴ്സാണ് ഈ മധുരം, പാല് കാര്യങ്ങളും, ഗ്ലൂട്ടനൊക്കെ ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ നല്ല ഇനം കൊഴുപ്പുകളും നല്ല ഇനം പ്രോട്ടീൻസും എസ്പെഷ്യലി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. റൈസിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യുക. ഒരു നേരം മാത്രം റൈസ് കഴിക്കുക, ബ്രൗൺ റൈസ് മാത്രം. അതേപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കട്ട് ചെയ്യുക. ഗ്രീൻ ടീ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. സീഡ്സുകളിൽ പംകിൻ സീഡ്സ്, സെസമേ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾസിൽ കൂടുതൽ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് എടുക്കുക. ക്യാരറ്റ്, ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ക്രൂസിഫറസ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. മഞ്ഞൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ഗാർലിക് നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകളിൽ അവക്കാഡോ, അനാർ, ദെൻ പൊമോഗ്രാനേറ്റ്, ദെൻ ചിക്കു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. സീഡ്സുകൾ നന്നായിട്ട് കഴിക്കുക. അത് റോസ്റ്റ് ചെയ്ത് പൗഡർ ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻസ് കഴിക്കുമ്പം ലീൻ പ്രോട്ടീൻസ് കഴിക്കുക. അതിനോടൊപ്പം തന്നെ മഗ്നീഷ്യം, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. മഗ്നീഷ്യം, സെലീനിയം, സിങ്ക് ആഹാരങ്ങൾ കഴിക്കുക. അതിൽ പയറുവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, ധാന്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, എസ്പെഷ്യലി വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം അമിതമായിട്ട് മധുരം കഴിക്കുക, അമിതമായിട്ട് കൊഴുപ്പ് കഴിച്ചാൽ മാത്രമല്ല PCOD ഉണ്ടാവുന്നത്. എല്ലാം ഒരു ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ലിവിങ് ആണെങ്കിൽ അത് ഇതിലേക്ക് നന്നായിട്ട് ലീഡ് ചെയ്യും. എക്സസൈസ് ഇല്ല, നമ്മൾ സ്ട്രെസ്സ് കൂടുതലാണ്, എപ്പോഴും ഒരു ടെൻഷൻ, ആങ്സൈറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു PCOD കംപ്ലയിൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലൂടെയും വർക്കൗട്ടിലൂടെയും മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് PCOD റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ചിട്ട് നല്ല ഇനം കൊഴുപ്പുകളും നല്ല ഇനം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ലൈക്ക് ഈ ഒരു PCOD റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സിവിയർ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്കാനിങ് ചെയ്യുക. അതിനെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലത്തെ ബ്ലഡ് ടെസ്റ്റുകൾ, ഈസ്ട്രജൻ ടെസ്റ്റുകൾ, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിൻ്റെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ കൂടുതലായിട്ടും ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. ദെൻ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിച്ച് ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു PCOD റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്